ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ലൊരു നാടൻ മീൻകറിയുടെ റെസിപ്പിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാതും. ഇതിൽ നമ്മൾ നാളികേരം ചേർക്കാതെ തന്നെയാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. പിന്നെ മെയിനായിട്ട് ആവശ്യമുള്ളത് മീനാണ്. മീൻ ഒരു 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ മുളക്, മഞ്ഞൾ, ഉപ്പ് ചേർത്ത് നന്നായി പുരട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളി ഒരു 7-8 ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പച്ചമുളക് ഒരു 5-6 പച്ചമുളക് നടുക്കീറി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, സബോള ഒരു 2 സവാള, വെളുത്തുള്ളി ഒരു 6-7 അല്ലി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തക്കാളി ഒരു മുഴുവൻ തക്കാളി അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചെറുതായി. പിന്നെ കുടംപുളി ഒരു 4 അല്ലി കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നാടൻ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിനകം തന്നെ ചട്ടി വെച്ച് അതിലാവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് പകുതി ഉള്ളി ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പകുതി ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി പകുതി ചേർത്തു. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഒരു 2 പച്ചമുളക് നടുക്ക് കീറിയത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒരു കതിര് വേപ്പില ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. വഴണ്ടി വന്നത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് ഉലുവയും നന്നായി പൊട്ടി വരണം. കടുകും ഉലുവയും നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ പകുതിയല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും പകുതി അല്ലേ എടുത്തുള്ളൂ. ബാക്കി പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റാം. പിന്നെ 3 പച്ചമുളക് നടുക്ക് കീറിയത് ബാക്കി ഉണ്ടായിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു കതിര് വേപ്പില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് 3 ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി ആ പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മാറ്റാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കുടംപുളി അടക്കം നമുക്ക് ഇതിലേക്ക് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക്
മീൻ കഷ്ണങ്ങൾ, മുമ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നന്നായി ഇട്ട് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം തക്കാളി എല്ലാം ചേർത്ത് നമ്മളൊരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുക്കണം. അത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ച് വെച്ചത് നമുക്കിനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും, അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു ചെറിയൊരു തിള വരുന്ന വരെ നമുക്കൊന്ന് തീ കുറച്ചിടാം. കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കട്ടിയൊക്കെ. ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു നാടൻ മീൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തു.